Yes, it's him. പറഞ്ഞ പോലെ ക്രൈം സീൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട് സർ. ഗുഡ്. സർ, താങ്കളെ പോലെ വലിയൊരു കുറ്റാന്വേഷകനെ ഇതുപോലെ വെറും ഒരു ആത്മഹത്യ കേസ് അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലെ രഹസ്യം എന്താണ്? രഹസ്യമായിട്ട് തന്നെ ഇരിക്കേണ്ടതല്ലേ? അതെങ്ങനെ നിങ്ങളോട് പറയാനാവും? സർ, എന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും. ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്നെ ഒന്ന് ജോലി ചെയ്യാൻ അനുവദിക്കൂ. താങ്ക് യു. ബൈ. അപ്രീഷിയേറ്റഡ്. ബൈ. ഹലോ, യു ആർ 15 minutes late. എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-45 കൊല്ലമായി. തന്നെ? നല്ലൊരു കുറ്റാന്വേഷകന്റെ മുഖമുദ്ര കൃത്യനിഷ്ഠയാണ്. എന്നെ കണ്ടു പഠിക്കും. പറഞ്ഞതിലും 1 മണിക്കൂർ മുമ്പ് ഞാൻ സ്ഥലത്തെത്തി. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അടി കൊടുത്ത് അടി മേടിച്ച്. ഇതൊക്കെ മണപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് പോലീസ് നയ ഉണ്ട് വെറുതെ. ഓ, ഐ എം സോറി. യു ക്യാരി ഓൺ. ഓക്കേ. ടെറസിലേക്ക് എത്താൻ ഇതല്ലാതെ വേറെ വഴിയുണ്ട്? പല വഴി എത്താൻ. ടെറസ് എന്താ അന്താരാഷ്ട്ര എയർപോർട്ടോ? കള്ളത്തരം കാണിക്കുന്നവർക്കേ പത്രക്കാരെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. സർ, ഇതൊരു ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. രശ്മിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് ഞാൻ പറഞ്ഞാൽ. താൻ പറഞ്ഞു. മിസ്റ്റർ ശ്യാം പ്രസാദ്, താങ്കളെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിലിരിക്കുന്നവരാണ് ഞങ്ങളും. ഈ കേസിനെ കുറിച്ചറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അവകാശമുണ്ട്. അത് അവരിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതാണ്. ദാറ്റ്സ് യുവർ പ്രോബ്ലം. ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസ് അത് അന്വേഷിക്കാൻ സുപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷകൻ വരുന്നു. സ്വാഭാവികമായും അതിനടുത്ത ദിവസങ്ങളിൽ ജനം ആകാംക്ഷയോടെയാണ് മീഡിയയെ സമീപിക്കുക. ഞങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തണ്ടേ സർ? നിങ്ങൾക്ക് ആരെയെല്ലാം തൃപ്തിപ്പെടുത്തണമെന്നത് എന്റെ പ്രോബ്ലം അല്ല. മനസ്സിലായില്ലേ? ഐ എം സോറി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കൂ.
രശ്മിയുടെ മരണം ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണെന്നൊരു ശ്രുതിയുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? കഷ്ടം. ആരാണ് ഈ കുപ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്? ഇതൊരു ആത്മഹത്യയാണെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം? സോറി, 2 ഫോട്ടോ കൂടെ അനുവദിക്കില്ല. നിങ്ങളോട് തന്നെ. എന്താ ചോദിച്ചേ? ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളും സാഹചര്യങ്ങളും വെച്ച് ഞങ്ങൾ ചില കൺക്ലൂഷനിലെത്തുന്നു. അത് ബുദ്ധിപരമായ ചില കാൽക്കുലേഷൻസ് ബേസ് ചെയ്താണ്. ഈ കേസിൽ ഞങ്ങളുടെ കൺക്ലൂഷൻ ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ്. പക്ഷേ ശ്യാം പ്രസാദ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ബുദ്ധിയുള്ളവർ നേരത്തെ മനസ്സിലാക്കും, ബുദ്ധി കുറഞ്ഞവർ യുനോ. താങ്ക്സ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. പ്രശ്നങ്ങളൊന്നുമില്ല. ഐ തിങ്ക് വി ക്യാൻ മാനേജ് ദം. വേണ്ട, സബ് ജയിലിൽ വെച്ച് വേണ്ട. പറ്റുമെങ്കിൽ മോഹനെ ഗസ്റ്റ് ഹൗസിലൊന്ന് എത്തിച്ചാൽ നന്നായിരുന്നു. ഇവിടെ കഴിഞ്ഞാൽ ഉടനെ SP ഓഫീസിലേക്ക് പോകും. ഒന്നും പറയാറായിട്ടില്ല. ഷുവർ സാർ, ഞാൻ വിളിക്കാം. ആരായിരുന്നു ഫോണിൽ? DGP. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്നെ അന്വേഷിച്ചല്ലോ? ഓ ഇല്ല.